തോക്കുണ്ടാക്കാൻ പോയി അബദ്ധത്തിൽ പശയുണ്ടാക്കിയ കഥ. ആദ്യം തള്ളിക്കളഞ്ഞു, പിന്നീട് ലോകം വില കൊടുത്തു വാങ്ങി. ലാബിലെ വില കൂടിയ ഉപകരണങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ച് നശിച്ചുപോയപ്പോൾ ഇതൊരു പരാജയപ്പെട്ട കെമിക്കലാണ് എന്നു പറഞ്ഞ് ശാസ്ത്രജ്ഞർ അതിനെ ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അതേ കെമിക്കൽ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നായി മാറിയ കഥ നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ ഒരു ഒടിവോ ചതവോ വന്നാൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സൂപ്പർ ഗ്ലൂ വെറുമൊരു പശ മാത്രമല്ല, മറിച്ച് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തോക്കുകൾക്ക് വേണ്ടി നടത്തിയ ഒരു പരീക്ഷണത്തിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ്. വളരെ കൂടുതൽ ഒട്ടുന്നു എന്ന വിചിത്രമായ കാരണം പറഞ്ഞ് ആദ്യം ആളുകൾ നിരസിച്ച ഒരു ഉൽപ്പന്നം പിന്നീട് എങ്ങനെയാണ് കോടികൾ വിലമതിക്കുന്ന ആഗോള ബ്രാൻഡായി മാറിയത്? ആ ഞെട്ടിക്കുന്ന ചരിത്രമിതാ. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന 1942 ഈ കഥയുടെ തുടക്കം. എന്ന അമേരിക്കൻ കെമിസ്റ്റും അദ്ദേഹത്തിന്റെ സംഘവും യുദ്ധരംഗത്തുപയോഗിക്കുന്ന തോക്കുകളുടെ സൈറ്റുകൾക്ക്, ഗൺ സൈറ്റ്സിനു വേണ്ടി തികച്ചും സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് നിർമ്മിക്കാനുള്ള പരീക്ഷണത്തിലായിരുന്നു. ആ പരീക്ഷണങ്ങൾക്കിടയിലാണ് അവർ സയാനോ അക്രിലേറ്റ് എന്നൊരു വിചിത്രമായ കെമിക്കൽ കണ്ടെത്തുന്നത്. പക്ഷെ അതൊരു വലിയ തലവേദനയായി മാറി. അത് തൊടുന്ന എല്ലാ സാധനങ്ങളിലും ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. ലാബിലെ ടെസ്റ്റ് ട്യൂബുകളും ഉപകരണങ്ങളും എല്ലാം ഇത് കാരണം നശിച്ചു. ശാസ്ത്രജ്ഞർക്കിത് കൈകാര്യം ചെയ്യാൻ പോലും പറ്റാതായി. തങ്ങൾ ഉദ്ദേശിച്ച പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഇത് കൊള്ളില്ലെന്നും ഉപയോഗിക്കാൻ പറ്റാത്തത്ര ഒട്ടുന്ന ഒന്നാണെന്നും പറഞ്ഞ് ഹാരി കൂവറും സംഘവും ആ കണ്ടുപിടുത്തത്തെ പാടെ തള്ളിക്കളഞ്ഞു. എന്നാൽ കാലം അതിനായി മറ്റൊരു വഴി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം 1951 ഹാരി കൂവർ ജെറ്റ് വിമാനങ്ങളുടെ കോക്പിറ്റിനു മുകളിലെ ഗ്ലാസ് നിർമ്മിക്കാനുള്ള മറ്റൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഈ കെമിക്കൽ 2 ലെൻസുകൾക്കിടയിലേക്ക് വീണു. നിമിഷങ്ങൾക്കകം ആ 2 ലെൻസുകളും മാറ്റാൻ പറ്റാത്ത വിധം ശക്തമായി ഒട്ടിപ്പോയി. അവിടെയാണ് ഹാരി കൂവറിന്റെ മനസ്സിൽ ആ മിന്നൽ ബുദ്ധി ഉദിച്ചത്. ഇതൊരു പരാജയപ്പെട്ട പ്ലാസ്റ്റിക് അല്ല, മറിച്ച് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിപ്ലവകരമായ പശയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ 1958 ഈസ്റ്റ്മാൻ 910 എന്ന പേരിൽ ഈ പശ വിപണിയിലെത്തി. പിന്നീട് ആളുകൾ ഇതിനെ സൂപ്പർ ഗ്ലൂ എന്ന് വിളിക്കാൻ തുടങ്ങി. അക്കാലത്ത് മറ്റു പശകൾ ഒട്ടണമെങ്കിൽ ചൂടാക്കുകയോ മണിക്കൂറുകളോളം അമർത്തിപ്പിടിക്കുകയോ ചെയ്യണമായിരുന്നു. എന്നാൽ സൂപ്പർ ഗ്ലൂവിന് ഇതിന്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിലെയും നമ്മുടെ ചർമ്മത്തിലെയും ഈർപ്പവുമായി, അതായത് മോയ്സ്ചറുമായി സെക്കൻഡുകൾക്കകം പ്രവർത്തിച്ച് ശക്തമായ മോളിക്യുലാർ ചെയിൻ ഉണ്ടാക്കാൻ ഇതിന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് സൂപ്പർ ഗ്ലൂ നമ്മുടെ കയ്യിൽ പുരണ്ട ഉടനെ ഒട്ടിപ്പോകുന്നത്. വിയറ്റ്നാം യുദ്ധകാലത്ത് മുറിവേറ്റ സൈനികരുടെ രക്തസ്രാവം തൽക്കാലത്തേക്ക് നിർത്താൻ വേണ്ടി ഈ പശ സ്പ്രേയായി വരെ ഉപയോഗിച്ചിരുന്നു എന്നത് ഇതിന്റെ ചരിത്രത്തിലെ മറ്റൊരു വിസ്മയമാണ്. പിന്നീടൊരു TV പരിപാടിയിൽ വെറും ഒരൊറ്റത്തുള്ളി സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് വലിയൊരു ഭാരവും അതിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെയും ഉയർത്തിക്കാണിച്ച ആ പരസ്യതന്ത്രം കൂടിയായതോടെ സൂപ്പർ ഗ്ലൂ ലോകം മുഴുവൻ തരംഗമായി മാറി. ഇന്ന് വീടുകൾ മുതൽ വമ്പൻ ഫാക്ടറികളിലും ഇലക്ട്രോണിക്സ് രംഗത്തും സൂപ്പർ ഗ്ലൂ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആദ്യം പരാജയമെന്ന് കരുതി തള്ളിക്കളഞ്ഞ ഒരു കാര്യം കൃത്യമായ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിയപ്പോൾ ലോകത്തെ ഞെട്ടിച്ച ശതകോടികളുടെ ബിസിനസ്സായി മാറി. ഈ സൂപ്പർ ഗ്ലൂ ചരിത്രം ബിസിനസ് ലോകത്തെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒന്നിനെയും പൂർണ്ണമായി തള്ളിക്കളയരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആ വലിയ പരാജയത്തിലായിരിക്കും ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന അടുത്ത വലിയ വിജയം ഒളിഞ്ഞിരിക്കുന്നത്.